പീരിയഡ്സിൻ്റെ ടൈമിൽ ഉണ്ടാവുന്ന പെയിൻ എന്ന് പറയുന്നത് പല കുട്ടികൾക്കും സ്കൂളിൽ പോലും പോവില്ല. ആ ഒരു 2 ദിവസം അത്രയ്ക്കും വേദനയായിരിക്കും. ചിലപ്പോൾ ആ ഒരു ബെഡിൽ ഒറ്റ കിടത്തായിരിക്കും, ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണം. അങ്ങനെയാണ് പല കുട്ടികൾക്കും ചിലപ്പം മെൻസസ് തുടങ്ങി കണ്ടോ 1-2 വർഷം കഴിയുമ്പോൾ കണ്ടുവരുന്നത്. ചില സ്ത്രീകളിലും ആയിക്കോട്ടെ ഇത് പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത പോലെ, വീട്ടിലെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും വേദന ഉള്ളത്. അപ്പം ഇതാണ് ഡിസ്മെനോറിയ എന്ന് പറയുന്നത്, മെൻസസിൻ്റെ ടൈമിലുള്ള വേദന. അപ്പം നമുക്കിന്ന് ഡിസ്മെനോറിയ എന്താണ്, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, എപ്പോഴാണ് അതൊരു ഡോക്ടറെ കാണിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ ഡോക്ടർ അതുല്യ ജയൻ, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. നമ്മൾ ഈ മെൻസസിൻ്റെ ടൈമിൽ കണ്ടുവരുന്ന വേദന, ചിലപ്പോൾ മെൻസസ് തുടങ്ങിയിട്ടാവാം, അല്ലെങ്കിൽ മെൻസസിൻ്റെ 1-2 ദിവസം മുന്നേ കണ്ടുവരുന്ന വേദനയ്ക്കാണ് നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഈ ഡിസ്മെനോറിയ എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ പറയാൻ പറ്റും. ഒന്ന് പ്രൈമറി ഡിസ്മെനോറിയും, ഒന്ന് സെക്കൻഡറി ഡിസ്മെനോറിയും. പ്രൈമറി ഡിസ്മെനോറിയാണ് നമ്മൾ ഈ കുട്ടികളിലൊക്കെ അധികം കണ്ടുവരുന്നത്, അതായത് ടീനേജിലൊക്കെ. ഈ പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് നമ്മൾക്ക് വേറെ ഒരു അസുഖം ഉണ്ടായിട്ടല്ല, നമ്മൾ സാധാ ഈ മെൻസസിൻ്റെ സമയത്ത് യൂട്രസിൽ വരുന്ന കൺട്രാക്ഷൻ കൊണ്ട് വരുന്ന വേദനയാണ് ഈ പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും അസുഖം ഉള്ളത് കൊണ്ട് വരുന്നതാണ്. ഇപ്പോൾ എൻഡോമെട്രിയോസിസ്, അഡെനോമയോസിസ് പോലുള്ള എന്തെങ്കിലും ഓൾറെഡി അവർക്കൊരു അസുഖമുണ്ട്, അതുകൊണ്ട് വരുന്ന പെയിനായിരിക്കും ഈ സെക്കൻഡറി ഡിസ്മെനോറിയയിൽ വരുന്നത്. സാധാരണയായിട്ട് ഈ മെൻസസിൻ്റെ വേദന, അതായത് ഡിസ്മെനോറിയ കണ്ടുവരുന്നത് അടിവയറ്റിൽ, അതുപോലെ ഈ അടിവയറ്റിൽ തുടങ്ങി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വയറ് മൊത്തത്തിൽ വേദനയാവും. പിന്നെ ഈ വേദന തുടയിലേക്ക്, കാലിൻ്റെ തുടയിലേക്ക് ഇറങ്ങുക ആണ് കോമൺലി ഒരു ഡിസ്മെനോറിയയിൽ കണ്ടുവരുന്നത്. പക്ഷേ ചിലർക്ക് ആ വേദന ഭയങ്കരമായിട്ട് തുടയെന്നും ഇറങ്ങി കാല് മൊത്തം വേദന, ചിലർക്ക് കൈ വേദന ഉണ്ടാവാം, ചിലർക്ക് തലവേദന വരും, അതുവരെ അത്രയ്ക്കും ഇത് കൂടിക്കൂടി വരാം. ഓരോരുത്തർക്കും അത് പല രീതിയിലായിരിക്കും പെയിൻ ഉണ്ടാവുക. പക്ഷേ ചിലർക്ക് ഒരു പെയിനും ഉണ്ടാവാതെ മെൻസസ് ഉണ്ടായിരിക്കും. ചിലർക്ക് പെയിൻ വരിക ആ ഒരു മെൻസസ് തുടങ്ങി ആ ഒരു ഡേ, ഒരു 1 to 2 days അത്രയാവും പെയിൻ വരിക. ചിലർക്ക് മെൻസസിൻ്റെ 1-2 ദിവസം മുന്നേ തന്നെ പെയിൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ പെയിന് പലർക്കും പല രീതിയിലാണ് കണ്ടുവരുന്നത്. പെയിൻ്റെ ഇൻറ്റൻസിറ്റി പലർക്കും പല രീതിയിലാണ്. ഇത് വരുമ്പോഴത്തെ ലക്ഷണങ്ങളും പല രീതിയിലാണ്. ചിലർക്ക് വൊമിറ്റിംഗ് ഉണ്ടാവുക, ചിലർക്ക് തീരെ എണീക്കാൻ പറ്റാത്ത പോലത്തെ വേദനയായിരിക്കും. വീട്ടിലെ ജോലി ആയിക്കോട്ടെ, വേറെ കാര്യങ്ങളായിക്കോട്ടെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, വാശിയായിരിക്കും, മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും പീരിയഡ്സുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ പലർക്കും ഈ വേദന സഹിക്കാൻ പറ്റാതെയൊക്കെ ആയിരിക്കും ഈ ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും അത് പുറത്ത് വരുന്നത്. ചിലർക്ക് അതല്ലാതെ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, PMS എന്നൊക്കെ പറയും. അത് ചിലപ്പം മെൻസസിൻ്റെ 1 ആഴ്ച മുന്നേ സ്റ്റാർട്ട് ചെയ്യുക, 2 ആഴ്ച മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇതാണ് കോമൺലി കണ്ടുവരുന്ന സിംറ്റംസ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് കുഴപ്പമില്ല, ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആണെങ്കിൽ ഓക്കെ, ദാറ്റ്സ് നോർമൽ. പക്ഷേ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും എത്രയോ മുകളിലാണ് വേദന, അല്ലെങ്കിൽ ഭയങ്കരമായ വൊമിറ്റിംഗ് ഉണ്ട്, നിങ്ങൾ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയി പോകുന്നു, തല കറങ്ങി വീഴുക ഇടയ്ക്കിടയ്ക്ക്, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ട്. കാരണം ചിലപ്പോൾ ഇനി വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നറിയില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലും മെൻസസിൻ്റെ സമയത്ത് ഭയങ്കരമായ വേദന കാണാം. അപ്പോൾ അത് അത്രയ്ക്കും കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്തായാലും അതൊരു ഡോക്ടറെ കാണിക്കണം. അതല്ലാതെ സാധാ ഒരു വേദനയാണ്, നിങ്ങൾക്കൊരു നടുവേദന കൂടെ ഉണ്ട്, ഓക്കെ, ബട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്കും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ എല്ലാ മെൻസസിൻ്റെ സമയത്തും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഓരോ മെൻസസ് ആവുമ്പോഴും ഈ വേദന കൂടിയാണോ വരുന്നത്, അല്ലെങ്കിൽ ഓക്കെ ഒരു സാധാ പോലെ അങ്ങനെ ഒരേപോലെയാണോ പോകുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കണം. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര വേദന വരുന്ന സമയത്ത് തീരെ ബ്ലീഡിങ് ഇല്ല, ബ്ലീഡിങ് അധികം ഇല്ലാതെ ഭയങ്കര വേദന, അല്ലെങ്കിൽ ഭയങ്കര ഹെവി ബ്ലീഡിങ് ആയിട്ട് ഭയങ്കര വേദന, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണണം. കാരണം കൂടുതൽ ഹെവി ബ്ലീഡിങ് ആയി കഴിഞ്ഞാലും അത് പല കാരണം കൊണ്ടും ഹെവി ബ്ലീഡിങ് വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ നോക്കാനും, അധികം ഹെവി ബ്ലീഡിങ് ആയി കഴിഞ്ഞാൽ HB ഒക്കെ കുറയാം, ക്ഷീണം വരാം, തലകറക്കം അങ്ങനത്തെയൊക്കെ വരാം. അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അധികം മെൻസസ് ആവുന്ന സമയത്ത്, പീരിയഡ്സ് ആവുന്ന സമയത്തും ഡിസ്മെനോറിയ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ വരുത്താൻ പറ്റുന്ന കുറച്ച് ചേഞ്ചസ് നോക്കുക. ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആകുമ്പോൾ, നിങ്ങളുടെ ബാക്കി ആ റൂട്ടീൻ മാറുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് നിങ്ങൾക്ക് പെയിൻ കുറച്ച് കുറയും, നിങ്ങൾക്ക് കുറച്ച് റിലീഫ് കിട്ടും. ആദ്യത്തെ ഒന്നാണ് എക്സസൈസ്. നിങ്ങൾക്കറിയാം, നമ്മൾ എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോഡിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും.
അപ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടിയാൽ തന്നെ ഈ പെയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറവായിരിക്കും. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം, നടക്കുകയാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് വാക്ക് ഡെയിലി ആഴ്ചയിൽ ഒരു 5 ദിവസം 6 ദിവസം ചെയ്യുന്നത് നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. ഇപ്പം എക്സസൈസ് എന്ന് പറയുമ്പം കോമൺലി എല്ലാവരും കാണുന്നതും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ബട്ടർഫ്ലൈ പോസ്. അപ്പോൾ ഈ ബട്ടർഫ്ലൈ പോസ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ യോഗ ചെയ്യുന്നവരാണെങ്കിൽ യോഗ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കുറയും. രണ്ടാമതായിട്ടുള്ളതാണ് നമ്മളെല്ലാത്തിനും പറയുന്ന പോലെ നമ്മുടെ ഡയറ്റ് ശ്രദ്ധിക്കുക എന്നുള്ളത്. ജങ്ക് ഫുഡ്, ഷുഗർ അധികമുള്ള ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, അധികം കാർബുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം PCOD പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ കൂടുക, അതുകൊണ്ട് പെയിൻ വരിക, അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചാൽ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഈ ഫുഡിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. അധികം ഇലക്കറികൾ കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം. അപ്പം നമ്മൾ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുക പറയുമ്പം പലരും വിചാരിക്കും ഫ്രൂട്ട്സ് എന്താ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിക്കും. അപ്പം അത് അങ്ങനെ കഴിക്കാതെ ഫ്രൂട്ട് എപ്പോഴും ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുക. കാരണം നമ്മൾ എപ്പോഴും ജ്യൂസ് ആക്കുമ്പം അതിൽ പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഒഴിവാക്കാൻ പറയുമ്പോൾ ഇപ്പുറത്ത് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിൽ പഞ്ചസാര ഇട്ട് കഴിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുമ്പം ഫ്രൂട്ട്സായിട്ട് തന്നെ കഴിക്കാൻ നോക്കുക. ഇടയ്ക്കൊക്കെ ജ്യൂസ് കുടിക്കാം, പക്ഷേ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി ജ്യൂസ് കുടിച്ചിട്ട് കാര്യമില്ല. അപ്പം അത് ശ്രദ്ധിക്കുക. നട്ട്സ് കഴിക്കാം, സീഡ്സ് കഴിക്കാം. പിന്നെ നട്ട്സ് കഴിക്കുമ്പം കൂടുതൽ കഴിക്കാതിരിക്കുക, കുറച്ച് കഴിക്കാം. ഇപ്പം കാഷ്യൂ എടുത്തിട്ട് കുറേ കഴിക്കുക, ബദാം എടുത്തിട്ട് കുറേ കഴിക്കുക, അതുകൊണ്ട് കാര്യമില്ല. കുറച്ച് കഴിച്ചാൽ തന്നെ അത് നമ്മുടെ ബോഡിക്ക് അത്ര മതി, നട്ട്സിൽ നിന്ന് കിട്ടുന്നതൊക്കെ. അതുപോലെ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് ആയിക്കോട്ടെ, പംകിൻ സീഡ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നല്ലതാണ്. omega-3 റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. കാരണം ഈ omega-3 റിച്ച് ആയിട്ടുള്ള നമ്മുടെ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ജിഞ്ചർ ടീ നല്ലതാണ്, അല്ലെങ്കിൽ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളവും നല്ലതാണ്. കാരണം ഇത് പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പെയിൻ കുറയും. അപ്പം ഇഞ്ചി നല്ലതാണ്. അത് ഇഞ്ചി നിങ്ങൾക്ക് ഇനിയിപ്പം വെറുതെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം, വെള്ളം തിളപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും കുടിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി പെയിൻ വന്നു, പീരിയഡ്സ് ആയിട്ട് പെയിൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം. അതിൽ ആദ്യമായിട്ടുള്ളതാണ് എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഹോട്ട് ആപ്ലിക്കേഷൻ ഉള്ളത്. ഇപ്പോൾ ഹോട്ട് ബാഗായിട്ട് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ കുളിക്കാം, അത് ചെയ്യാം. അതുപോലെയാണ് ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളവും നിങ്ങളെ വേദന കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തത് മൂന്നാമതായിട്ടുള്ളതാണ് കറുവപ്പട്ട ഇട്ട വെള്ളം. കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഈ മെൻസസിൻ്റെ വേദനയെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും മെൻസസിൻ്റെ സമയത്ത് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ് എന്നുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഡാർക്ക് ചോക്ലേറ്റിലൊക്കെ മെഗ്നീഷ്യം ഉണ്ട്. അപ്പം മെഗ്നീഷ്യം കഴിക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾക്ക് ഏത് രീതിയിലും കഴിക്കാം. ഇപ്പോൾ ചോക്ലേറ്റിൽ മെഗ്നീഷ്യം ഉണ്ട്, അങ്ങനെ കഴിക്കാം. ബനാനയിൽ മെഗ്നീഷ്യം ഉണ്ട്. ഇനിയിപ്പം സീഡ്സ് എടുക്കുകയാണ്, നട്ട്സിലൊക്കെ മെഗ്നീഷ്യം ഉണ്ട്. അപ്പോൾ മെഗ്നീഷ്യം കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ മസിൽ റിലാക്സേഷന് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ അതുകൊണ്ട് അപ്പോൾ പെയിൻ കുറയും. അതാണ് മെഗ്നീഷ്യം നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെയിനുള്ള സമയത്ത് മെഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പീരിയഡ്സിൻ്റെ ഈ വേദന, ഡിസ്മെനോറിയ ഉണ്ടാവുന്ന ടൈമിൽ ചൂടുവെള്ളം കുടിക്കാൻ നോക്കുക. അധികം തണുത്തത് കുടിക്കാതെ എപ്പോഴും ചൂടുവെള്ളം തന്നെ കുടിക്കാൻ നോക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും മെൻസസ് അടുത്ത മാസം എപ്പോഴാണ് ആവുക, ഏകദേശം ഡേറ്റ് അറിയുന്നുണ്ടായിരിക്കും റെഗുലർ ആയിട്ടുള്ള ഒരാൾക്ക്. അങ്ങനെ ആവുമ്പോൾ മെൻസസ് തുടങ്ങുന്നതിൻ്റെ ഒരു 3 ദിവസം തൊട്ട് തന്നെ അധികം ഉപ്പുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. കാരണം ഈ ഉപ്പ് അധികം കഴിക്കുമ്പോൾ നമുക്ക് ബ്ലോട്ടിംഗ് ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെൻസസിൻ്റെ സമയത്ത് അതൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം ആ ഒരു സോൾട്ട് ഇൻടേക്ക് ഒരു 2-3 ഡേയ്സ് മുന്നേ കുറയ്ക്കാൻ നോക്കുക. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു മെൻസസ് റെഗുലറായിട്ടും വലിയൊരു പെയിൻ ഇല്ലാത്ത ഒരാൾക്കൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് ഒരു മെഡിസിനെ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. നോർമലി കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഒരു പെയിൻ ഉള്ളൂ, മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെയിനുള്ള ഒരാൾക്ക് മാത്രം പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സെക്കൻഡറി ഡിസ്മെനോറിയ പറഞ്ഞിട്ടും ഉള്ളൊരു ടൈപ്പ് ഓഫ് ഡിസ്മെനോറിയ ഉണ്ട് എന്നുള്ളത്. ആ ഒരു സെക്കൻഡറി ഡിസ്മെനോറിയൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ അതൊരു സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പം ഇങ്ങനെ ഒരു ഉലുവ വെള്ളമോ അല്ലെങ്കിൽ കറുവപ്പട്ട വെള്ളമോ മാത്രം കുടിച്ചതുകൊണ്ട് ചിലപ്പോൾ വലിയൊരു ആശ്വാസം കിട്ടിക്കോളണമെന്നില്ല. ഇനിയിപ്പോൾ ഒരു ആശ്വാസം കിട്ടിയാൽ പോലും അതൊരു ടെമ്പററി റിലീഫാണ്. നമ്മളവിടെ എന്താണോ നിങ്ങളുടെ പ്രശ്നം, നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ എൻഡോമെട്രോസിസ് ആവാം,
അല്ലെങ്കിൽ അഡിനോമയോസിസ് ഒക്കെ ആവാം. അപ്പോൾ നമ്മളവിടെ ഉള്ളിലൊരു പ്രശ്നം ഉണ്ടായിട്ട് പുറത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും കഴിച്ചത് കൊണ്ടോ ഒരു ചൂട് വെച്ചത് കൊണ്ടോ നിങ്ങൾക്കൊരു ക്യൂർ കിട്ടുന്നില്ല, ഒരു ടെമ്പററി റിലീഫ് മാത്രമാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് കുറേ ആയിട്ടും നല്ല വേദനയാണ്, അങ്ങനെയാണെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കുക. നിങ്ങൾ അതിനാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. കൂടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു റിലീഫ് കിട്ടും. അല്ലാതെ ഇതിൽ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക, ഓക്കെ എനിക്കിപ്പോൾ ഇതെടുക്കുമ്പോൾ വേദന മാറുന്നുണ്ടല്ലോ ഇത് മതി എന്ന് വിചാരിച്ച് നിൽക്കാൻ പാടില്ല. ഈ പറഞ്ഞതൊന്നും മെഡിസിൻസിനെ റീപ്ലേസ് ചെയ്യുന്നതല്ല. അപ്പം കൂടെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡിസ്മെനോറിയൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതുമായി ബന്ധപ്പെട്ട് ഈ മെൻസസിൻ്റെ സമയത്ത് വേദനയായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾക്കോ കൺസൾട്ടേഷനോ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.